ഗൈസ്, ഒരാളിവിടെ വന്നിരിക്കുന്നുണ്ട്. എന്താ സംഭവം എന്നാണ് പതിയെ പറയാം. ബ്ലഡ് ടെസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്, 2 ഇഞ്ചക്ഷൻ ഇട്ടിട്ടുണ്ട്. എവിടെ പോകുന്നു അജു? ഞാൻ ദീപാവലിക്ക് നമ്മൾ പടക്കം വാങ്ങാൻ പോകുന്നു ഗൈസ്. പടക്കം വാങ്ങുന്ന മുമ്പ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു അഡ്മിഷനൊക്കെ എടുത്തിട്ടാണ് വന്നത്. അത് എന്താന്നൊക്കെ നമുക്ക് പതിയെ പറയാം. അതിനു മുമ്പ് നമുക്ക് ആദ്യം ഇപ്പൊ പടക്കം വാങ്ങാം. പടക്കം വാങ്ങാൻ വേണ്ടി നമ്മൾ പടക്കക്കടയിൽ വന്നിരിക്കുന്നു. നമ്മുടെ കാക്കനാടില് കടതാ അകത്താണ്. പക്ഷെ ഇതിന്റെ അകത്ത് എങ്ങനെ ഇപ്പൊ കേറ്റുന്ന ഞാൻ ആലോചിക്കുന്നത്. ഇവരൊരു വഴി തരുന്നില്ലല്ലോ. ആ കാറ് പോയ വഴി, പടക്കങ്ങൾ പോയ വഴിയിൽ നമുക്ക് കേറ്റാം. സംഭവം എന്താന്ന് വെച്ചാ നല്ല മഴയാ. പടക്കം വാങ്ങിയിട്ടും വലിയ കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ലൈറ്റ് ആയിട്ട് ചെറിയ സാധനങ്ങളെ വാങ്ങുന്നുള്ളൂ. ഓക്കെ, നമ്മളെന്താ ചെയ്യുന്നേ? നമ്മളിപ്പോ ഒന്നുകൂടെ തിരിച്ച് ഇതിന്റെ അകത്ത് കേറ്റുന്ന പോലെ വെക്കണ്ടേ? ഇവരെല്ലാം ഇത് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുവാ. ഇവര് കുറച്ചുകൂടെ അകത്ത് കേറ്റിട്ടാ മതി. അപ്പൊ ഇവിടെ ഒരു റോയും കൂടെ ഇടാൻ. അതെ, അകത്ത് സ്ഥലമുണ്ട്. ഇതിൽ ഈ വണ്ടി എടുക്കില്ലെങ്കിൽ നമുക്ക് നമ്മള് കാക്കനാട് പടക്കക്കടയിലാണ്. പടക്കങ്ങൾ ഇവനെന്തിനാ എന്നെ മുട്ടിട്ട് പോകുന്നത്? എന്താ നീ വാങ്ങാൻ പോകുന്നത്? ഈ മഴയിൽ നമ്മൾ എങ്ങനെ പടക്കം പൊട്ടിക്കുമെന്ന് അറിയില്ല. എന്നാലും നമുക്ക് ചെറിയ ചെറിയ പടക്കങ്ങൾ വാങ്ങാം. നമുക്ക് ആദ്യം എന്തൊക്കെ പടക്കം ഉണ്ടെന്ന് നോക്കാം. ഇവിടെ വാ, നമുക്ക് പൂത്തിരിയൊക്കെ ഇഷ്ടംപോലെ പടക്കമുണ്ട്. ഏതാ വേണ്ട? ഏത്? അത് കമ്പിത്തിരിയാണോ മത്താപ്പാണോ? കമ്പിത്തിരി മത്താപ്പില്ല, സെയിം ഇല്ല. അല്ല, ചെറുത് വേണോ വലുത് വേണോ? ദിസ് മത്താപ്പ് 90 rupees. കമ്പിത്തിരി നവംബർ 15 ഉണ്ടാവും ഇതില്. അതെടുത്തോന്നാ. ഇത് ഇതിൽ വെക്കട്ടെ. പിന്നെ വേറെന്താ വേണ്ട? ഏതാ ഇത്? ഇതാണോ? പൂത്തിരിയാണോ? ആ, പൂത്തിരി എടുക്കും. ആ അത് വലുത്. ആ, ചെറുതെടുത്തു. അതെത്ര അതിന്? ഫുൾ പാക്കറ്റ് വേണ്ടല്ലോ. 30? തിരിയുള്ള പോലെ ഉണ്ടാവില്ലേ ഇതില്? അതുകൊണ്ട് കത്തിക്കണ്ടേ? ഓ, എന്നാ വലുതെടുത്തു. 2 എടുക്ക്. 3 എടുത്തു. കത്തിക്കുമോന്നറിയില്ല നമ്മള്. ചുമ്മാ പോയി കത്തിക്കാന്ന്. ആ, ഇത് 3. പിന്നെ ഇത് പക്ഷേ ഇത് കത്തിക്കണമെങ്കിൽ ഇത് ഒരു പാക്കറ്റ് വേണം. ഈ ചെറുത് അത് നമ്മൾ ചുമ്മാ കറക്കി കളിക്കാൻ ഇതെടുക്കാം അല്ലേ? ആ, ഇതിൽ എത്ര ഉണ്ടാവും? 10 അല്ലേ? കളറാണോ ഇത്? ഇതേതാ ഇപ്പൊ? ഇത് കളറില്ല? കളറിനോ? ഇത് കളറില്ല. എന്നാ കളർ എടുത്തോ. കളറാണ് വേണ്ടത്. അല്ല, ഇതിൽ എത്ര ഉണ്ടാവും? ആ, കത്തിക്കുന്നതല്ലേ? അത് വേണ്ട. ഇതിന് എത്ര ഉണ്ടാവും? 10 നമ്മൾ കത്തിച്ച് കറക്കുമ്പോ തീരും. എങ്ങനെ ഇത്? ഫോട്ടോ ഫ്ലാഷോ? ഇതെന്തോ ഒരു ഫോട്ടോ ഫ്ലാഷ് എന്ന് പറയുന്നത്, മിന്നിക്കൊണ്ടിരിക്കുന്ന പറയുന്നത്. പൊട്ടൊന്നുമില്ല. അപ്പോ ഇതിന് എത്ര ഇതിന്? 300? ഇത് ചുമ്മാ ഇത് എങ്ങനെ കത്തുന്നോ? ആ, ചുമ്മാ ഒരു പീസിന് എത്രയാ?
30. നമുക്ക് മുകളിൽ പോകുന്നു. വേറെ ഇതിന്റെ താഴെ കളറുള്ള ഞാൻ കറക്കും. ഇതെന്താ പേടിക്കാൻ? ഞാൻ ബോംബ് വാങ്ങിയാലോ? ഫോണ് വണ്ടിക്കാണോ? ബോംബ് വാങ്ങാം. ബോംബ് വാങ്ങിയതാണ് പൊട്ടിക്കാം. നല്ല സൗണ്ട് ആയിരിക്കും. അതാ ബോംബ് പൊട്ടിച്ചൂടെ? ഓ ശരിയാ, ഫ്ലാറ്റിലൊക്കെ ബോംബ് പൊട്ടിച്ച സീനാവും. ഇതിന് എത്രയാന്ന് ചോദിക്കും. ആ കൂട്ടിക്കും. എനിക്ക് എത്ര മതി? ഞങ്ങളൊരു ചെറിയ രീതിയിലുള്ള ഒരു ദിവാലി സെലിബ്രേഷനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. വലിയ ഹെവി ഒന്നുമല്ല. ഇതെന്താ പറന്നു പോവാ? ഫ്ലൈറ്റ് ആണെന്ന് തോന്നുന്നല്ലേ? ഇത് റോക്കറ്റ് ഒന്നുമില്ല. സോണിക് ടേൽസ് ഇങ്ങനെ പറന്നു പോലെ. വെറൈറ്റി ആയിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ? വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പറ മുകളിൽ ഇങ്ങനെ ടപ്പട്ട പോകാൻ കത്തില്ലേ ഒരു സാധനം? ടപ്പട്ട ഒരു ചെറിയ ഒരു സാധനം ഇങ്ങനെ. അതെന്തത്? പൊട്ടാസ് പോലെ ഇങ്ങനെ ഇവിടെ നിന്ന് കത്തിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ചറവറ പൊട്ടുന്ന ഒരു സാധനം. കഴിഞ്ഞോ? എത്ര? 400. ഇത് പിടിച്ചോ. ഒരു ചെറിയ രീതിക്ക് ഓരോ പടക്കങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഗൈസ്. കമ്പിത്തിരി, പൂത്തിരി, മത്താപ്പൂ ഇതെല്ലാം വെച്ച് നമ്മളിന്ന് ദീപാവലി സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നു ഗൈസ്. സോ മഴയാണ്. മഴയിൽ നമ്മൾ നമ്മൾ പോയിട്ട് ഇനി ഹോസ്പിറ്റലിൽ പോകുന്നില്ല. അതായത് ഇതൊക്കെ എന്താന്ന് പറ, എന്താ സംഭവിച്ചെന്ന് പറ. കുഴപ്പമില്ല, വെട്ടമുണ്ട്. വെട്ടമൊക്കെ നല്ല വെട്ടം. ഒരു ദിവസം മുമ്പേ ഒരു വ്ളോഗ് വരുന്നുണ്ട് ഗൈസ്. അതിൽ ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയിട്ട് കക്ക കഴിച്ചു. പക്ഷെ ആ സ്ഥലത്തിനെ കുറിച്ച് പറയാം, കക്കയൊക്കെ നല്ലായിരുന്നു. ഇവക്ക് സീ ഫുഡിന്റെ അലർജി ഉണ്ട് ഓൾറെഡി ഇവക്കുണ്ട് അല്ലേ? ഏതിന്റെ ആണെന്ന് കറക്റ്റ് മനസ്സിലാവുന്നില്ല. കക്കയാണോ ഏതിന്റെ ആണെന്ന് അറിയില്ല. അവർക്ക് വയറ് ചെറുതായിട്ട് ഓക്കെ. അതെ, മഴ സമയത്തൊക്കെ ഇങ്ങനെ സീ ഫുഡ് ഒക്കെ കഴിക്കുന്ന നോക്കി കഴിക്കാം. ഹോസ്പിറ്റലിൽ പറഞ്ഞു ഓൾറെഡി ഇത് 3ാമത്തെ ആളാണ് കക്ക അലർജി ആയിട്ട് വരുന്നത്. ഓക്കെ, നമ്മ ഇന്ന് ഫ്ലാറ്റിൽ പോയിട്ട് ദീപാവലി ഓണാക്കാം. എന്താ ദീപാവലി സെലിബ്രേറ്റ് ചെയ്യാല്ലേ? നമ്മൾ അജിതേട്ടന്റെ ഫ്ലാറ്റിലാണ് ദീപാവലി സെലിബ്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഒരു സീനുണ്ട്. നമ്മൾ ആക്ച്വലി മഴ എക്സ്പെക്ട് ചെയ്തില്ല. വൈകിട്ട് മഴ ഉണ്ടാവുന്ന എക്സ്പെക്ട് ചെയ്തില്ല. നല്ല മഴയാണ് പുറത്ത്. നമ്മള് ബാൽക്കണിയിൽ കത്തിക്കാന്ന് ഓർത്തത്. പക്ഷെ ബാൽക്കണിയിലെ അവസ്ഥ ഞങ്ങൾ കാണിച്ചു തരാം. ഇതാണ് ഇപ്പൊ ബാൽക്കണിയിലെ അവസ്ഥ. ബാൽക്കണിയിൽ ഫുള്ള് വെള്ളമാണ് ഗൈസ്. ബാൽക്കണി ഇതാ ഇവിടെ ഫുള്ള് വെള്ളമാണ്. ബാൽക്കണിയിൽ ഇപ്പൊ നമുക്ക് നല്ല മഴയാ പുറത്ത്. നമ്മൾ കുറച്ച് പടക്കം എല്ലാം വാങ്ങിയിട്ട് വന്നു. ഇതാ ഇവിടെ എല്ലാം നമ്മൾ ഇതിലൊക്കെ വെക്കാന്ന് ഓർത്ത് വേറൊരു സാധനമാണ് ഞങ്ങൾ വാങ്ങിയിട്ട് വന്നത്. ഇത് എണ്ണയൊന്നും ഇടണ്ട, ഡയറക്റ്റ് കത്തിച്ച് വെക്കുക. ഇവിടെ ആരൊക്കെയോ പടക്കം പൊട്ടിക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ ഈ മഴയിൽ എങ്ങനെ ഇവര് പൊട്ടിക്കുന്നല്ലേ? സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. നമുക്ക് ഇവിടെ മാത്രം താഴെ മാത്രം ചെറുതായിട്ട് കത്തിക്കാം. വീടിന്റെ അകത്ത് 2-3 കത്തിച്ച് വെക്കുക. പിന്നെ നമ്മൾ വാങ്ങിയ പടക്കമൊക്കെ എന്ത് ചെയ്യും? എങ്ങനെ പൊട്ടിക്കും നമ്മള്? നമ്മള് പൊട്ടുന്ന പടക്കമൊന്നും വാങ്ങിയിട്ടില്ല ഗൈസ്. ആകെ നമ്മള്
ഇങ്ങനെ പൂത്തിരി കമ്പിത്തിരി അതുപോലത്തെ സാധനം. കമ്പിത്തിരി വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ബാൽക്കണി ഇങ്ങനെ കത്തിക്കാൻ പറ്റും. കമ്പിത്തിരി കത്തിക്കാൻ പറ്റും, ഇങ്ങനെ കത്തിക്കാൻ എന്ത് സീനൊന്നുമില്ല. നമുക്കൊരു കമ്പിത്തിരിയൊക്കെ കത്തിക്കാം. നമുക്ക് ആദ്യം നമുക്ക് വിളക്ക് കത്തിക്കാമല്ലോ. നമുക്ക് എവിടുന്നാ തുടങ്ങുന്നത്? ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാ? ഫ്രണ്ടിൽ വെക്കണ്ടേ ആദ്യം? ഓ പച്ചയൊക്കെ ഉണ്ടല്ലോ ഗൈസ്. നമ്മൾ ഇവിടുന്ന് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ കത്തിക്കാനാണ് പ്ലാന്. ആദ്യം നമുക്ക് വെച്ച് തുടങ്ങാം. ഇവളെന്തോ പൂക്കളം വരയ്ക്കാൻ പോകുന്നു. അവിടെ നിന്ന് ആരുടെ ഒച്ച വെക്കുന്നത്? ഇവിടെ നിന്ന് ആരും ഒച്ച വെച്ചായിരുന്നു. എന്താ ഇത്? എന്താ അത് ഇത്? ഇവിടെ ഒരു ഡിസൈൻ പൂക്കളം വരയ്ക്കാൻ പോവാ ഇവള്. നമുക്കത് കാണാം. യൂട്യൂബ് റെഫറൻസ് എന്തെങ്കിലും വേണോ വരയ്ക്കാൻ വേണ്ടിയിട്ട്? ഓ എനിക്ക് കഴിവുണ്ടെന്നാണ് പറയുന്നത്. ഇങ്ങനെ വെക്കാം, ബാൽക്കണിയിൽ വെക്കാം. ആ പിന്നെ ബാൽക്കണി വെക്കണ്ടേ? വെക്കാനൊക്കെ പറ്റും. ഒരു മിനിറ്റ്, ഇതാണോ ഫ്ലവർ? ഇതാണോ ഫ്ലവർ? ഇതെന്താ ഇത്? മറ്റേ ക്യാരംസിൽ കോയിൻസ് ഇങ്ങനെ പറക്കി വെച്ചേക്കുന്ന പോലെ ഉണ്ടല്ലോ. ശരി, കത്തുമ്പോ ഫ്ലവർ ആവുമോ? ഇത് ആ ഓക്കെ, നമുക്ക് ബാൽക്കണി പോയി വെക്കാം. ഇത് കത്തുമ്പോ ഫ്ലവർ ആവുമെന്നാണ് ഇവള് പറയുന്നത്. നമുക്ക് നോക്കാം ഗൈസ്. ഓ ഇതൊക്കെ ഇത്രയും ഉണ്ടല്ലോ, പരിക്കെടുത്തിട്ട് പോകണ്ടേ? നമുക്ക് ഇതിൻ്റെ മുകളിൽ വെക്കാൻ പറ്റില്ല, അവിടെ വെള്ളം തെറിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് താഴെ തന്നെ വെക്കാൻ നടത്തും. നമ്മൾ മാറ്റിൽ ഇങ്ങനെ വെക്കാം. കളർ മാറി മാറി വെക്കണം. ഇത് വെക്കുമ്പോൾ ഈ തിരി ഇങ്ങോട്ട് ഇത് എടുത്തിട്ടാണ് ഇങ്ങനെയാണ് വെക്കേണ്ടത്. എന്നിട്ട് ഓരോ കളർ ഇങ്ങനെ വെക്കാം. ഇവിടെ തന്നെ വെള്ളം തെറിക്കുന്നുണ്ട്. നമുക്ക് ഇവിടം വരെ വെക്കാം അല്ലേ? അങ്ങോട്ട് പോകണ്ട. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. ഇനി അടുത്ത ബാൽക്കണിയിൽ പോവാം. അടുത്ത ബാൽക്കണിയിൽ വെക്കാൻ പോവാണ്. ഇവിടെ ഒന്ന് വെക്കാം, ഇവിടെ ഒന്ന് വെക്കാം. എന്താ? ഇവിടെ ഒന്ന് വെക്കാം. ഓക്കെ, ഇനി ഒരു 3-4 കൂടെ എടുക്കണം അല്ലേ? ഓക്കെ, ഒന്നുകൂടെ വേണം. പക്ഷെ നമ്മൾ വിചാരിച്ചത് ഇതിൻ്റെ മുകളിലൊക്കെ വെക്കാന്നാണ്. ഒന്നും പറ്റാത്ത അവസ്ഥയായിപ്പോയി, നല്ല മഴയായിപ്പോയി. ഇനി നമ്മൾ എന്ത് ചെയ്യും? കമ്പിത്തിരി ഞാൻ പറയുന്നത് ഇവിടുന്ന് കത്തിക്കാന്നാ പറയുന്നത്. വാ. ആ ഓക്കെ, നമുക്കിതൊക്കെ കത്തിച്ചാലോ? ഇനി ഇത്രയും ഉണ്ടല്ലോ, ഇതെന്ത് ചെയ്യും? ആണോ ഗൈസ്, ഒരു കലാകാരൻ ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. എന്റെ സൗണ്ടൊക്കെ പോയി. എന്താ പറ്റിയത്? ആ ഒരു കക്ക കഴിച്ചതാ. നല്ല കക്ക റോസ്റ്റ്. അതെ അതെ, കഴിക്കാൻ തോന്നിയ സമയമുണ്ടല്ലോ. പറ്റില്ല എന്ന് എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. നമ്മൾ ഒരു ഫ്ലവർ, ചെറിയ ഫ്ലവർ പോലെ ആക്കാം. ഇതൊരു റൗണ്ടിന്റെ അകത്ത് ഇങ്ങനെ ആക്കാം. നിനക്ക് അറിയോടോ അതൊക്കെ ചെയ്യാൻ? ഇതൊന്നും എനിക്കറിയില്ല, ഞാൻ ചുമ്മാ ആക്കിയതല്ലേ. ഇത്ര പോലെ ഒരു ഫ്ലവർ ആയില്ലേ? അപ്പൊ ബാക്കി എന്ത് ചെയ്യും? എന്ത് ബാക്കി? ബാക്കി കാൻഡിൽസ് എന്ത് ചെയ്യും? അത് കത്തിക്കണം. നമുക്കിങ്ങനെ നേരത്തെ കത്തിക്കാം. ഓക്കെ, നോക്കട്ടെ. കത്തിക്ക് വളരെ കത്തിക്ക് ഗൈസ്. എന്തത്? നല്ല കാറ്റുണ്ട് ഗൈസ്, നല്ല കാറ്റുണ്ട്. ഇത് കത്തുമോന്ന് അറിയില്ല. എന്തായാലും കത്തിക്ക്, നമുക്ക് നോക്കാം. കത്തും. നമ്മൾ വിളക്ക് കത്തുമോന്നൊരു ഡൗട്ട്. കത്തും. നല്ല കാറ്റുണ്ട്. ആ ഒരെണ്ണം കത്തി. ഒരെണ്ണം കത്തി. എന്നാലും കാറ്റ് കാരണം ഇത് എന്താ സംഭവം എന്ന് പറയട്ടെ. ഇത് നല്ല കാറ്റുള്ളത് ഇവിടുന്ന് കാറ്റ് അകത്തേക്കാണ് വരുന്നത്. ഇപ്പൊ ഇത് കത്തിച്ചിട്ട് കാര്യമില്ല. അകത്ത് കത്തിച്ചാലോ?
ആ ഇതെന്തായാലും കത്തി, പക്ഷെ അത് നിൽക്കൂല. എന്താ വെച്ചാൽ കാറ്റ് ഇവിടുന്ന് അങ്ങോട്ടേക്കാണ്. നമുക്ക് അകത്ത് കത്തിക്കാം. നമ്മൾ ഇവിടുത്തെ പരിപാടി ഫ്ലോപ്പായി. നമ്മൾ ഇനി അകത്ത് കത്തിക്കാൻ നോക്കുന്നത്. ആ ഡോറ് ക്ലോസ് ചെയ്തോ. ഇത് കത്തും. ഡോറ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഡോറ് ക്ലോസ് ചെയ്യുമ്പോൾ അവിടെ കത്തുന്നു ഡോറ്. ആ അവിടെ സൂപ്പറായിട്ട് കത്തുന്നുണ്ട് ഗൈസ്. ഇതൊക്കെ കണ്ടോ, അവിടെ കത്തുന്നുണ്ടോ? അവിടുന്ന് കാറ്റ് ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് വരുന്നത്. നമ്മൾ ഡോറ് തുറക്കുമ്പോൾ കാറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് വരുന്നത്. ഇതിങ്ങനെ അടച്ചു വെക്കാം തൽക്കാലം. എന്തായാലും കത്തിച്ചോ. നമ്മൾ ഇത് ഇവിടുത്തെ നമ്മുടെ പൂക്കളം കത്തിക്കാൻ പോവാണ് ഗൈസ്. എനിക്ക് ഓർത്തെത്തിയോ, എനിക്ക് ഓർമ്മ. എവിടുന്നേലും കത്തിക്കേ, ഫുള്ള് കത്തിപ്പോവോ? അത് ഞാൻ ജസ്റ്റ് തുറന്നു വെച്ചിട്ടുണ്ട്. ബാൽക്കണി ഒന്നുമില്ല. ഹാപ്പി ദീപാവലി ഗായ്സ്. നമ്മള് ഇത് കഴിഞ്ഞിട്ട് ലൈറ്റ് ഓഫ് ആക്കണം, എന്നാലേ ഒരു ഫീല് കിട്ടുള്ളൂ. ഓഫാക്കാം. ഞാൻ ഓഫാക്കാം. ആ ഗൈസ് നല്ല കളർഫുള്ളായി നമ്മുടെ ദീപാവലി. ഫുള്ള് കത്തി പോവാതിരുന്നാൽ മതിയായിരുന്നു. ആ ബാൽക്കണിയിലല്ല പ്രശ്നം. തുറന്നാ അത് കാറ്റ് വരും. കാറ്റൊക്കെ വരും. ഞാനിവിടെ സോഫയിൽ 2-3 വെച്ചിട്ടുണ്ട്. സോഫ കത്തൊന്നുമില്ല, സോഫയുടെ സൈഡിലാണ് വെച്ചേക്കുന്നത്. ഞാൻ അപ്പുറത്തെ പോയി കത്തിക്കട്ടെ. ആ കൊള്ളാം. വീഡിയോ എടുക്കാം. എല്ലാം കത്തിക്കണം. എന്നാ കത്തിക്ക്. ഇത് ഫുള്ള് കെട്ടുപോവേ. ഇത് കെട്ടുപോ ഇവിടുത്തെ എല്ലാം. നമ്മുടെ ഫ്ലാറ്റിൽ ദിവാലി ഈസ് ഓൺ. ഫൈനലി എല്ലാം നമ്മൾ കത്തിച്ചു. അവിടുന്ന് ഒരു വീഡിയോ എടുക്കട്ടെ. ഇനി കമ്പിത്തിരി പൂത്തിരിയൊക്കെ കത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ഓണാണ് ഗൈസ്. ഇവിടുന്ന് നമുക്ക് പോവാം. വാവ്. ഇതാണ് നമ്മുടെ ദീപാവലി സെലിബ്രേഷൻ. നമ്മൾ ആദ്യം വിളക്കെല്ലാം കത്തിച്ചു. ഇനി നമ്മൾ ബാൽക്കണി കത്തിക്കാനില്ലേ ബാബാ? ഇല്ല നമ്മ അത് തുറന്നിട്ട് അടയ്ക്കാം. എന്താ ഇത്? അത് അടച്ചോ. അത് വേണ്ട, ഇത് അടച്ചോ. എന്താ തുറന്നിട്ട് അടച്ചാ പോരെ? എന്ത് വീഡിയോ? ഹാപ്പി ദീപാവലി. നമുക്ക് ബാൽക്കണി കത്തിക്കാം. പോക്കോ. കാറ്റൊന്നുമില്ല പോയി. ഇതൊക്കെ എന്ത് കാറ്റ്. കത്തി വിളക്കത്തി. ഓക്കെ, നമ്മളെ ബാൽക്കണിയിലും കത്തിച്ചിരിക്കുന്നു ഗായ്സ്. ഇനി കമ്പിത്തിരി നമ്മൾ ഇവിടുന്ന് കത്തിക്കും. നമുക്ക് അപ്പുറത്തെ ബാൽക്കണിയിൽ പോയി കത്തിച്ചിട്ട് നമുക്ക് എന്നിട്ട് പൂത്തിരി നമുക്ക് കമ്പിത്തിരി കത്തിക്കാം. എന്താ പമ്മി വരുന്നുണ്ട്? കെട്ടില്ല? എന്നാ കത്തിച്ചോ ഗൈസ്. നമ്മളെ ഇവിടുത്തെ ബാൽക്കണിയിലെ ലൈറ്റും കൂടെ കത്തിച്ചു അല്ലേ? ഇനി അടുത്തെന്താ പരിപാടി? ഇവിടുത്തെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ വൈബാവും. ഗൈസ് ഇനി അടുത്തെന്താ പരിപാടി? കമ്പിത്തിരി കത്തിക്കാം. നമുക്ക് പൂത്തിരി ഒന്നും കത്തിക്കാൻ പറ്റില്ല. താഴെ പോയിട്ട് ബാൽക്കണി ഒന്നും കത്തിക്കാൻ പറ്റില്ലല്ലോ. കമ്പിത്തിരി മാത്രം ഇവിടുന്ന് കത്തിക്കാം. എന്നിട്ട് നമുക്ക് താഴെ പോയിട്ട് പൂത്തിരി കത്തിക്കാൻ പറ്റും നോക്കാം. മഴ അതാ അവിടെയൊക്കെ പടക്കം പൊട്ടുന്നുണ്ടോ? അവിടെയൊക്കെ പടക്കം പൊട്ടുന്നു. അവിടെ മഴയില്ലെന്ന് തോന്നുന്നു. എന്തേ പോയാ? അവിടെ പൊട്ടുന്നുണ്ട്. ഫസ്റ്റ് നിങ്ങൾ കത്തിക്ക്, ഞാനൊന്ന് കാണട്ടെ.
ഞാൻ സെക്കൻഡ് കത്തിക്കുന്നതാണ്. അല്ല നിങ്ങൾ രണ്ടൊരു ബസ് കത്തിക്ക്. എനിക്ക് കുറച്ച് പേടിയുണ്ട് ഇത്. നമ്മള് കമ്പിത്തിരി കത്തിക്കാൻ പോവാ. നമുക്ക് തുറക്കാം. ഇത് ഞങ്ങൾ കത്തിച്ചിട്ട് ഞങ്ങളുടെ കൂടെ പിടിക്കണേ. ഇല്ല, ഞാൻ ലാസ്റ്റേ പിടിക്കുള്ളൂ. ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ? എനിക്ക് പേടിയാവും കേട്ടോ ചെറുതായിട്ട്. ഇതിന്റെ കത്താൻ പോവാ. ഇതിനെന്താ പേടിക്കാൻ? കൂടുതൽ കത്തുവാണെങ്കിൽ താഴേക്കിടണേ. ഞാൻ ഈ അറ്റത്തായി പോയി. ഞാൻ അപ്പുറത്ത് പോയി നിൽക്കട്ടെ. അകത്തേക്ക് കയറുന്ന വഴിയില് അപ്പുറത്ത്. ചെലപ്പോ പൊട്ടിയാലോ? ഒന്നും പൊട്ടൂല. പൊട്ടാണ് താഴേക്കിടണേ. ഇത് മറ്റേ ഇത് കുറച്ച് ഇതുപോലത്തെ സാധനം കുറച്ച് സമയം എടുക്കണം. ഏതുപോലത്തെ? മണമൊക്കെ വരുന്നുണ്ടല്ലോ. ഞാൻ അപ്പുറം എടുക്കാമോ? അങ്ങോട്ട് അങ്ങോട്ട് ഞാൻ നോക്കട്ടെ. അത്രക്കില്ലല്ലേ? കൈ തെറിക്കുന്നുണ്ടോ? വെച്ചോ, ഞാൻ അടുത്ത് കത്തിക്കാം. 10 ഇല്ലേ? അടുത്ത് ഞാൻ കത്തിക്കാം. 10 ഉണ്ടോ? എനിക്ക് ഇതിങ്ങനെ പിടിച്ചു വെക്കുമ്പോ എനിക്ക് സ്ട്രെസ് ആവും. ഇത് കത്താൻ നമുക്ക് 3 പേർക്കും കത്തിക്കാൻ ഞാൻ വീഡിയോ എടുക്കാം. എന്ത് ഇതിൽ ഇത്ര പേടിക്കാൻ? ഒന്നില് തുടങ്ങിയതില് അതിന്റെ മുകളിൽ വെച്ചു വിട്ടാ മതി. അപ്പൊ നമുക്ക് എല്ലാം ഇവിടെ ഭാഗത്ത് വാ. ഒന്നും പറ്റില്ല. ഒന്നും താഴെ ഇടല്ലേ. ഒന്നും പറ്റില്ല. നീ എന്തിനാ ഇത്ര പേടിക്കുന്നേ? ചെറിയ നോട്ടാ മതി, അത്രേ ഉള്ളൂ. അതിന്റെ അകത്തിട്ടേ. മോളെ മോളെ നിക്ക് മോളെ, താഴെ നിന്നെ പൊള്ളിപ്പോ. മോളെ മോളെ മാറി. പൂത്തിരിയോ? ഏത് പൂത്തിരി അല്ലേ? അവിടെ ദീപാവലി സെലിബ്രേഷൻ ഈസ് ഓൺ ഗൈസ്. മഴ കുറഞ്ഞു, എല്ലാരും പടക്കം പൊട്ടിക്കാൻ തുടങ്ങി. വാവ്, നമുക്കും താഴെപ്പെട്ട് പടക്കം പൊട്ടിക്കാം. നമ്മൾ ഇതുപോലെ വലിയ പടക്കമൊന്നും വാങ്ങിയിട്ടില്ല. നമ്മൾക്കിത് ഇതുപോലെ ഇനി വലിയ പടക്കങ്ങൾ വാങ്ങാൻ കിടക്കുന്നേ ഉള്ളൂ. നമ്മൾ പതിയെ ചെയ്യും. ഈ വർഷത്തെ ദീപാവലി നമ്മളൊരു ചെറിയൊരു ഷോർട്ട് ദീപാവലി ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. സഡൻ പ്ലാൻ ആണ് നമ്മൾ. അതെ, ഇത് അവിടെയും പൊട്ടുന്നുണ്ട്. ആ ഫ്ലാറ്റില്ലേ, ഇത് അതിന്റെ ബാക്കിൽ പൊട്ടുന്നുണ്ട്. നീ കാണുന്നുണ്ടോ? വ്യൂ ഇല്ല നമുക്ക്. ആ ഫ്ലാറ്റിന്റെ ആ സൈഡിലും പൊട്ടുന്നുണ്ട്. ഇവിടെയും പൊട്ടുന്നുണ്ട്. ഇവിടെ പൊളിയാ. ഇവിടെ ഇന്നലെ ഉണ്ടായി. ഇത് ഏതാ സ്ഥലം? ഇത് എവിടെ നിന്ന് പൊട്ടുന്നത്? ഇത് എനിക്കൊന്ന് ഇത് പടമുഖൽ ആ സൈഡിൽ നിന്ന് പൊട്ടുന്നത് അല്ലേ? ഇതിന്റെ പരിപാടി കഴിഞ്ഞു. ഇത് അവിടെ പൊട്ടുന്നുണ്ട്. ഇതാ അവിടെ പൊട്ടുന്നുണ്ട്. നമ്മൾ താഴെ ഫ്ലാറ്റിൽ താഴെ പോവാ. എന്നിട്ട് അവിടെ പോയിട്ട് എവിടെ നിന്നേലും വെച്ച് നമുക്കിത് കത്തിക്കാം. ഈ പൂത്തിരിയൊക്കെ കത്തിച്ച് നമുക്ക് ദീപാവലി അങ്ങോട്ട് കുറച്ചും കൂടെ ഓണാക്കാം. നമ്മൾ താഴെ എത്തി. ഇവിടെ നിന്ന് കത്തിക്കാൻ പോകുന്നു. നമ്മൾ കത്തിക്കാം. എടുക്ക സാധനം മെഴുകുതിരി എൻ്റെ ഉണ്ട്. സെറ്റാക്കി പൂത്തിരി എടുക്കുക. അത് കമ്പിത്തിരി വെച്ച് കത്തിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഒരു കമ്പിത്തിരി എടുത്തോ. മത്താപ്പ് എടുത്തോ. മത്താപ്പ് എടുത്തോ. മഴ അടുത്ത മഴയ്ക്ക് മുമ്പ് കത്തിക്കട്ടോ. അവിടെ വെച്ചോ. മെഴുകുതിരി ആദ്യം. മെഴുകുതിരി ഇത് പിടിച്ച ലൈറ്റർ. ലൈറ്റർ. ഇത് മെഴുകുതിരി.
അതന്നെ ആ ചെറിയ കമ്പിത്തിരി അതെടുത്ത് പൂത്തിരി കത്തിക്കാൻ പോകുന്നു. പൂത്തിരി കാറ്റുണ്ട്, അത് ഓപ്പൺ ആയതുകൊണ്ട്. നമുക്ക് ഇങ്ങനെ നിക്കാം, ക്ലോസ് ആയിട്ട് നിന്നിട്ട് മെഴുകുതിരി ഇങ്ങനെ നിക്ക്, ക്ലോസ് ആയിട്ട്, കാറ്റ് വരാത്ത പോലെ. ഒത്തുപിടിച്ചാൽ മലയും പോരും. നീ എന്റെ ഉള്ളിൽ വെച്ച് കത്തിക്ക്. മമ്മീന്റെ കൈ ഇപ്പൊ പൂട്ടാവും. നീ അത് എടുക്കണമെന്നില്ല, അത് കത്തിക്കുന്ന സ്ട്രഗിൾ ആണ് ഗൈസ്, പൂർം സ്ട്രഗിൾ. ഓ മാറിക്ക്. ഓ അത് പെട്ടെന്ന് തീർന്നല്ലേ. അവിടെ വീണ്ടും പൊട്ടുന്നുണ്ട്. അത് കഴിഞ്ഞില്ലായിരുന്നല്ലേ. ഇല്ല എനിക്കത് പേടിയാ. ഇല്ല എനിക്കിഷ്ടല്ല. അല്ല മമ്മി വെച്ചോ, മമ്മി വെച്ചോ. അടുത്തതോ ഇനിയില്ല, തീർന്ന്. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. ഇത് പെട്ടെന്ന് തീർന്നുണ്ട് കേട്ടോ, വലുതാണെങ്കിലും. വെക്ക് തീരും. വെച്ച് വിട്. വെയ്. അത്രേ ഉള്ളൂ. ഇതിനാണോ ഇത്ര കഷ്ടപ്പാട്? എന്താ അജു? അടുത്ത് നീ തന്നെ പറ. ഇതെന്തായിരുന്നു? നിലച്ചക്രം. അങ്ങോട്ട് പറയാം. എടാ കൈ വെച്ചാണോ കറക്കുന്നേ? അടുത്ത കമ്പിത്തിരി എടുക്ക്. അത് ഡെഡ് ആയതാണോ? കൈ വെച്ച് കറക്കല്ലേ. മാറ് 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 അജു, മാറ് അജു. ഓ നോക്കിക്കോട്ടോ, അപ്പുറത്ത് കാറുണ്ട്. ഗൈസ് ഇതാണ് ഫോട്ടോ ഫ്ലാഷ് എന്ന ആള് പറഞ്ഞത്. പുതിയൊരു വെറൈറ്റി സാധനം, നമുക്ക് കത്തിച്ച് നോക്കാം ഇത് എങ്ങനെയുണ്ടത്. ഇതുവരെ ഞാൻ ദീപാവലിക്ക് ഇതുവരെ ഇങ്ങനത്തെ ഒരു സാധനം കത്തിച്ചിട്ടില്ല. ആള് പറഞ്ഞ് ഫോട്ടോ പോലെ ഫ്ലാഷ് ചെയ്ത് നിൽക്കുന്ന പുതിയ ട്രെൻഡിങ് ആയിട്ടാണോ? ഒന്ന് കത്തിച്ച് നോക്കാം കേട്ടോ. പുള്ളി നമ്മള് വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് സജസ്റ്റ് ചെയ്ത സാധനമാ. പൊട്ടില്ല എന്നാ പറഞ്ഞു, കളേഴ്സ് വരുന്നുണ്ടോ? അല്ലാണ്ട് എത്തിച്ചോ? എനിക്കറിയില്ല. ഓ ഇതാണ് ഫ്ലാഷ്. ഓക്കെ, തീ തുപ്പുന്ന പോലെ ഉണ്ട്. ഓ ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയടാ. ഇതാണ് ഫ്ലാഷ്. അടുത്ത ഫ്ലാഷ് ആണ് നമ്മൾ കത്തിക്കാൻ പോകുന്നത്. ഫ്ലാഷ് തണുത്തോ? ഇല്ല ഇല്ല, ഇവിടെ വാ, ഇവിടെ എന്നാലേ വട്ടത്തില് കിട്ടുള്ളൂ. ഇതാണ് ഗൈസ് അടുത്ത ഫ്ലാഷ്. ഇങ്ങനെ നമ്മുടെ തലയിൽ ഇങ്ങനെ ഫ്ലാഷ് അടിച്ചോണ്ടിരിക്കും. അപ്പോൾ ഹാപ്പി ദീപാവലി ഗൈസ്. ഇതാണ് ഞങ്ങളുടെ ദീപാവലി സെലിബ്രേഷൻ ഇസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ഗൈസ്. ഇങ്ങനെ ഫ്ലാഷ് അടിച്ചുകൊണ്ടിരിക്കും, ഇങ്ങനെ കണ്ണ് അടിച്ചുകൊണ്ടിരിക്കും, ഫ്ലാഷ് അടിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് ഗൈസ് ഫ്ലാഷ്. എത്ര അടിക്കും അറിയില്ല. കഴിഞ്ഞു.
മതി 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 ഗൈസ് നമ്മുടെ ദിവാലി സെലിബ്രേഷൻ കഴിഞ്ഞു. അതെ, നമ്മുടെ ദിവാലി സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞു ഗൈസ്. നമ്മളത് പൂത്തിരി കമ്പിത്തിരി എല്ലാം കത്തിച്ച് കഴിഞ്ഞു. വീട്ടിൽ കുറച്ച് വിളക്കെല്ലാം കത്തിച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞു. സോ ഇതാണ് നമ്മുടെ ദിവാലി സെലിബ്രേഷൻ. സോ ഇനി എന്താ, ഇന്ന് നമ്മൾ പോയി ഫുഡ് കഴിക്കുന്നു. ബാക്കി ഇവിടെ സാധനത്ത് കുത്തിയില്ലേ കേട്ടോ. അതെ, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തതിന്റെ റിസൾട്ട് ഒന്ന് പോയി നോക്കണം. യെസ്, ഇനി അതൊക്കെ നോക്കാം. അല്ലേ ഒന്ന് നോക്കിക്കണം. മതിയായിരുന്നു. ഒരു പ്രശ്നം ഉണ്ടായില്ലോ. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ്. നമ്മൾ ദിവാലി സെലിബ്രേഷൻ കഴിഞ്ഞു. ഓക്കെ, വി ആർ സൈനിങ് ഓഫ് അല്ലേ? അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ കാണാം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യൂ. സോ പോലെ ബൈ. Happy Diwali guys. Happy Diwali.